അപ്പോൾ നമുക്കിന്ന് ഉച്ചയ്ക്ക് ഫുഡ് ഉണ്ടാക്കാം. ആദ്യം തന്നെ ഞാൻ ചോറാക്കാൻ വേണ്ടി വെള്ളമൊക്കെ ഇട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞപ്പോൾ അരി ഇട്ടിട്ടുണ്ടായിരുന്നു. മീൻ ഫ്രിഡ്ജിൽ ഇരിക്കുമായിരുന്നു, അതെടുത്ത് ഞാൻ പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം സാമ്പാറിന് കുറച്ച് സാധനം വാങ്ങിച്ചത്, അതും ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിന്ന് സാമ്പാറും കൊഴുവ പൊരിച്ചതുമാണ്. സാമ്പാറിൻ്റെ കഷ്ണങ്ങളൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ പരിപ്പ് കഴുകി വേവാൻ വേണ്ടി ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ പരിപ്പ് വെന്ത് കഴിഞ്ഞപ്പോഴത്തേക്കും കഷ്ണങ്ങളൊക്കെ ഞാൻ ക്ലീൻ ആക്കി വെച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിനകത്തോട്ട് ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടി ഇട്ട് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേക്കും ഐസെല്ലാം വിട്ട് മീനെല്ലാം സെറ്റായിട്ടുണ്ടായിരുന്നു. അതെല്ലാം വെട്ടി കഴുകി എടുത്ത് ഞാൻ എല്ലാം പൊരിക്കാൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാരണം കറി വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഞാനൊക്കെയും കൂട്ടത്തില്ല. അപ്പോൾ സാമ്പാറും മീൻ പൊരിച്ചതാകുമ്പോൾ കഴിക്കും അങ്ങ്. രാവിലെ തന്നെ നല്ല മഴയുണ്ടായിരുന്നു. ഒരു ഉച്ച ആകാറായപ്പോഴത്തേക്കും നല്ല വെയിലും വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ എണ്ണ ഒഴിച്ച് കറിവേപ്പിലേക്ക് ഇട്ടിട്ട് എല്ലാ മീനും ഇട്ടില്ല, കുറച്ച് മീനിട്ട് ബാക്കി വൈകുന്നേരത്തേക്ക് പൊരിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. സാമ്പാർ ആകുമ്പോഴത്തേക്കും വെക്കാനുള്ള എളുപ്പത്തിന് മിക്കവാറും സാമ്പാറാണ് വെക്കുന്നത്. കഷ്ണങ്ങളൊക്കെ വെന്ത് വന്നപ്പോഴത്തേക്ക് സാമ്പാർ പുളിവെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്ത് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് തിളക്കുന്ന സമയം കൊണ്ട് ഞാൻ സാമ്പാർ താളിക്കാൻ വേണ്ടി കടുകും കുഞ്ഞുള്ളിയും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതൊന്നും മുരിഞ്ഞ് വരുമ്പോഴത്തേക്ക് സാമ്പാറിനകത്തോട്ട് തട്ടണം. അപ്പോൾ ഒരു മണം അടിക്കും. ആ വിശപ്പിന്റെ വിളി അങ്ങ് വരും. കുറച്ച് എരിവിന് വേണ്ടി ഞാൻ കൊണ്ടാട്ടം മുളകും കൂടെ പൊരിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ആ സമയം കൊണ്ട് മീനൊക്കെ എല്ലാം മുരിഞ്ഞ് മുറുന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അടുക്കളയൊക്കെ ഒതുക്കി ഞാൻ കുളിച്ചിട്ട് വന്ന് ചോറ് കഴിക്കാൻ പോവാണ്. ചോറ് കഴിക്കാൻ നേരം ഏതെങ്കിലും ഒരു പഴയ മലയാളം പടം വേണം, എന്നാലേ ഒരു വൈബ് കിട്ടത്തുള്ളൂ.